നല്ല ക്ഷീണം കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ല. നല്ല മഴയാ. Human alien madness. മഴ തുടങ്ങി കേട്ടാ. പുള്ളി മീന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റ മീനല്ലേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ രണ്ടാളും പോയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളി എന്തായാലും ക്ലീൻ ചെയ്യുന്നുണ്ട്. ചത്ത അത് വലയെന്ന് തന്നെ ഏകദേശം അതിന്റെ കാറ്റ് കഴിഞ്ഞില്ലേ? ഇല്ല, ആ അമർത്തി പിടിച്ചിട്ട്. ഓക്കെ ഓക്കെ. നല്ല മൂർച്ച ഉണ്ട് അതിന്, ശ്രദ്ധിക്കണേ. അതിന്റെ വയറ് പോക്ക്, കച്ചറകളെ, കൊടല്. തലമുറിക്കണ്ട. അതിന്റെ വയറ് സൈഡ് താഴെ നിന്ന് ഒരു നീളത്തിലൊരു കട്ട് കൊടുക്കും. ആ ചിറക് പാറക്കല്ലിൽ മുറിച്ചാൽ മതിയായിരുന്നു. വിറക് ഇപ്പൊ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ പെട്ടെന്ന് മഴ ഇപ്പൊ കുറച്ച് നിന്ന് കേട്ടാ. രാത്രി എന്തായാലും പെയ്യും. ആ കാലാവസ്ഥ കംപ്ലീറ്റ് മൂടലായി. ആ ഏകാല് പോലെ ഉണ്ട് കാണുമ്പോ. ഒരു പാത്രം ഇതിലിട്ടോ അയ്യാ. അതെ, മീന് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ചേമ്പ്, കാട്ടിൽ നിന്ന് കിട്ടിയ കാട്ടുചേമ്പ് നല്ല ഫ്രഷാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഫുഡിന്റെ പരിപാടി നോക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, അത് ബൈ ചാൻസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കറി വെക്കാന്ന് വിചാരിച്ചിട്ട് തക്കാളിയും മുളകും പിന്നെ ഗാർലിക് പേസ്റ്റും സവാളയും എടുത്തിട്ടുണ്ട്. അതിൽ പച്ചയായിരുന്നു, കുറച്ച് പച്ച തക്കാളിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അത് പഴുത്ത് ഇതാ ഇവിടെ തന്നെ വെച്ചോ, അവിടെ ഇരിക്കാൻ പറ്റില്ല. ആ ഇവിടെ ഇരിക്കല. അടുപ്പെടുക്കാം അല്ലേ? വിറക് എന്തായാലും കത്തും തോന്നില്ല അത്. അതെ, ഗ്യാസ് മസാല ഒന്നും വേണ്ടല്ലോ, ഉണ്ടല്ലോ. ഇനി ഇതന്നെ ശരണം. ഗ്യാസ് ഇല്ല, മഴ പെയ്തോണ്ടാ, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്തായാലും മീൻ കിട്ടിയല്ലോ. ഓ ആ അതെ,
തക്കാളി 2 എടുത്തിട്ടുണ്ട് കേട്ടാ. എന്തായാലും വാങ്ങിയല്ല, ഇരിക്കട്ടെ. എല്ലാം സെറ്റാക്കി ഉണ്ട്. സവാളയും പിന്നെ സെറ്റാക്കണോ? വേണ്ട, എല്ലാം റെഡി ആയില്ലേ? കറി വെക്കണോ? കറി വെക്കാൻ എന്നപ്പോ പണി? ആ എണ്ണ വെച്ചാൽ കത്തിക്കാം. ഈ സവാളയും കൂടി ഇത് ലാസ്റ്റ് ഇട്ടാ മതി. അത് ലാസ്റ്റ് ഇടാം. സവാളയാണ് ഫസ്റ്റ് ഇടണ്ടേ. അല്ല കുഴപ്പമില്ല, നമ്മളിപ്പോ സവാളയും കൂടി അതിലിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സവാളന്റെ പകുതി മതി. മതി. എന്തായാലും രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ. വെളിച്ചെണ്ണക്കറി അല്ലേ, നമ്മൾ വെള്ളത്തിലെ കറി വെക്കണത്, വെളിച്ചെണ്ണയിലല്ല. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് ടേസ്റ്റ് കിട്ടുക, അറിയോ? ലേപ്പുണ്ട കരി ചൂടാവട്ടെ. സെറ്റ് ആവട്ടെ അല്ലേ? ഓക്കെ. ഞാൻ കുറച്ച് കുടിക്കട്ടെ വെള്ളം. കുറച്ച് കുടിക്കാൻ വേണ്ട, നെക്കിയാ മതിയോ? എത്ര വരുള്ളൂ? അല്ല, അത് താഴെ വെച്ചോണ്ടാ. കുറച്ച് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാല് ഫോഴ്സിൽ വരും. വരില്ല, ഞാൻ പൊക്കാം. ബാഗ് ചെരിഞ്ഞിട്ടാണ്. ആ പോട്ടെ. അപ്പൊ എങ്ങനെ അടിയിൽ നിന്ന് കയറി വരും വെള്ളം? ആ, അത് ഹൈറ്റിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് താത്തണം. അപ്പൊ അതിന്റെ ഫോഴ്സ് വരും. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ വേഗം ആയിക്കോളൂ. അയ്യോ, എന്റെ ഉപ്പില്ല. പിണ്ടലിന്റെ അടുത്ത്. ഓ, ഇത് ഉപ്പ് തീർന്നു. ഏതാണ്ട് ഉപ്പ് ഇത് വേണോ? ജീരകല്ലേ? ജീരകം, കടുക്, അതൊന്നും വേണ്ട. ഉപ്പിതാ. എന്ത് പാത്രം? ചെറിയ ചെറിയ ഉണ്ടല്ലോ, ഇല്ലേ? ഇനിയുണ്ടല്ലോ, അതങ്ങട്ടോ. നോക്കിട്ട് അതട്ടോ. കുറച്ചിട്ട് പച്ചത്തേക്ക് എന്തായി സെറ്റായ മീന്? തീ കുറഞ്ഞു പോയാ? തീ കൂട്ടി വെക്കാം അല്ലേ? ആ, തീ കൂട്ടി വെച്ചോ.
എന്താ ഈ മീൻകറി? മീൻകറി റെഡി ചേമ്പടുപ്പത്ത് ചെയ്യാം. ഓ ആ ഏകദേശം കാണുന്നില്ല, ഇരുട്ടായോണ്ട്. ഓക്കെ, അപ്പൊ മീൻകറി സെറ്റായി കേട്ടാ. ഇനി ചേമ്പ് കൂടി സെറ്റായി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ല, വെറും വെള്ളം മാത്രം. പിന്നെ ഒരു ഗ്ലൂക്കോസിന്റെ ഗുളികയില്ലേ, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. വേറെ ഒന്നും കഴിച്ചില്ല. ഓക്കെ, നല്ല ക്ഷീണം കേട്ടാ, തലവേദന, ഭയങ്കര തലവേദന. രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തോണ്ട് ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി കേട്ടാ. ഞങ്ങള് ഉച്ചക്ക് നന്നായിട്ട് കിടന്നുറങ്ങിയല്ലോ. ഉറങ്ങി ഏകദേശം ഒരു എണീച്ചിട്ടില്ല, അതിന് മുമ്പ് ഒച്ച കേട്ടാണ് ഞങ്ങൾ എണീച്ചത്. അപ്പൊ എണീച്ചപ്പോ 2-3 പേര് ട്രൈബൽസ് ആണ് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത്. ഓരോ സംസാര രീതിയൊക്കെ കണ്ടപ്പോ എന്താ മീനെ പിടിക്കാണോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളെ ഹാമൊക്കെ കെട്ടി കടന്ന കണ്ടപ്പം ചോദിച്ച്, നിങ്ങൾ എവിടെയാ താമസിച്ചേ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ രാത്രി നിങ്ങൾ ശബ്ദവും ഒച്ചയൊന്നും കേട്ടിട്ടില്ല? രാത്രി നിങ്ങൾ ഒച്ചയൊന്നും എന്തോ ഒരു ടോണില സംസാരിച്ചു. ഒച്ചയാ? എന്തൊച്ച? മൃഗങ്ങളാണോ? അപ്പൊ മറ്റേ കാട്ടാട് ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പന്നീന്റെ ഇന്നലെ ചെറിയൊരു പന്നിയാണോന്ന് അറിയില്ല, ഇന്നലെ അങ്ങോട്ടുള്ള കാട്ട് ഇങ്ങനെ ഇളകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നല്ല, വേറെ വെള്ളത്തില് നീന്തുന്ന ശബ്ദമൊന്നും കേട്ടിട്ടേന്ന് വെച്ച്. നീന്തുന്ന ശബ്ദ എന്താ, നീർനായി അങ്ങനെ എന്തായിരിക്കും വെച്ച്. അതൊന്നല്ല, മൃഗങ്ങളെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് പിന്നെ മരിച്ചിട്ടുണ്ട് അത്രേ. ഈ മഴക്കാലത്ത് ഈ വെള്ളം നന്നായിട്ട് കൂടുമല്ലോ, അപ്പൊ ഒഴുക്കിപ്പെട്ടിട്ടും പിന്നെ അങ്ങനെ സൂയിസൈഡ് ചെയ്തൊക്കെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഞങ്ങൾക്കറിയില്ലല്ലോ ഈ വിഷയം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞങ്ങൾ ഇവിടെ മീനെ പിടിക്കാൻ വരുന്നത് ഇടക്കിടക്ക്, പക്ഷെ രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കാറില്ല. ഒരു ഇരുട്ടാകുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുന്നു. എന്റെ നെഞ്ഞ് കാണാൻ തുടങ്ങി, എന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പം ഞാനും പണിക്കാരനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വായ വളർന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ നിൽക്കാം. എന്നാ ഇന്ന് നോക്കിക്കോ നിങ്ങൾ എന്ന് പറഞ്ഞു. ഒരു ചാലഞ്ച് ചെയ്യുന്ന പോലെ പറഞ്ഞേ. ഞാനറിയില്ല, ചിലപ്പോ അവരെ വന്ന് പേടിപ്പിക്കുമെന്ന് അതും അറിയില്ല കേട്ടാ. എന്തായാലും നോക്കാം. ചാലഞ്ച് ഞങ്ങൾ ആക്സെപ്റ്റഡ്. എന്തായാലും ഇന്ന് കണ്ടിട്ടാണ് കാര്യം. ഓ നല്ല മഴ തുടങ്ങി കേട്ടാ. ഞാൻ ഇങ്ങനെ കിടന്നപ്പോ ഈ ടാർപോളിൻ ഷീറ്റ് നല്ല കടകടകടാന്ന് ഒച്ച വരുന്നു. നോക്കി മഴ. തീയൊക്കെ അണഞ്ഞില്ല. ഇല്ല, ഇതാണ് ശരിയായ വൈബ്. റെയിൻ ക്യാമ്പിങ്. തീ അണഞ്ഞു വരിക. മഴ മഴ ഭയങ്കര മഴ. ചേമ്പ് ഇവിടെ കിടന്ന് ആകുന്നുണ്ട്, പക്ഷെ അതിപ്പം കെട്ടുപോകുന്നറിയില്ല. നല്ല മഴയാ.
ഇപ്പം വീഴായിരുന്നു, സ്ലിപ്പായി. നല്ല മഴ കേട്ടോ. അത് കൂടെ നോക്കട്ടെ. നമ്മുടെ ചേമ്പ് ഒക്കെ നല്ല വെന്തുണ്ട്, പക്ഷെ അധികം വെന്തിട്ടില്ലടാ. ഇല്ല, ചെറിയോടാ. അതാണ് ഞാൻ പ്രശ്നം, ഇത് കാട്ടുചേമ്പല്ലേ. തിന്നോട്ടെ. പുറത്തോട്ട് മീൻകറി. ഇവ മീനെങ്ങനെ ഉണ്ടോ കൂട്ടത്തിൽ? സെറ്റപ്പാ ഏ. രസമുണ്ടല്ലേ? മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലൈവ് ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും അറിയുന്നുണ്ട്. അടിപൊളി. ചേമ്പ് കുറച്ച് വീഴാനുണ്ട്, പക്ഷേ ഇപ്പോൾ വെസ്റ്റിൻ്റെ കാഠിന്യത്തിൽ അതൊന്നും അറിയുന്നേ ഇല്ല. നല്ല മഴയാ. മൊബൈൽ പുറത്താണുള്ളത്. പിന്നെ എനിക്ക് പോയിട്ട് അത് മാറ്റണം. ഇതേപോലെ ഒരു മഴയത്ത് കാട്ടിൽ വന്നിട്ട് ഇതേപോലെ ഒരു ടെൻ്റൊക്കെ അടിച്ച് ഒരു നല്ല അടിപൊളി ചേമ്പും പുഴ മീനും കഴിക്കാനുള്ള സുഖമുണ്ടല്ലോ, ഇത് വേറെയാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല മഴയാ, അതുകൊണ്ട് മൈക്കൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കവറുള്ളതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷേ വേറെ ഒരു സംഗതികളും നടക്കില്ല. പിന്നെ ഇനിയിപ്പോൾ പരിപാടികളൊന്നുമില്ല, നല്ല ലേറ്റായി. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്ട്രഗിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വിലയിരുത്തിയിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഉണ്ടാക്കിയ ഫുഡും കിഴങ്ങും കാട്ടുകിഴങ്ങും മറ്റേ മീനുണ്ടല്ലോ നമ്മൾ പിടിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിരിക്കാൻ നേരമില്ല, നല്ല ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കട്ടെ. ഇവിടെ ടാർപോളിൻ ഷീറ്റ് കെട്ടിയത് ഭാഗ്യം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കുളയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഗുഡ് നൈറ്റ്. പിന്നെ ഇവിടെ പ്രേതം എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്നും അറിയില്ല. എന്തായാലും കിടക്കാൻ പോവാണ്. നല്ല മഴയായതുകൊണ്ട് ഒരു ഒച്ചയും കേൾക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ കേൾക്കാനൊന്നും പോകുന്നില്ല, ഞാൻ നല്ല തളർന്നിട്ടാണ് ഉള്ളത്, നല്ല തലവേദനയുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തണുക്കാൻ തുടങ്ങിയപ്പോൾ കോട്ട് എടുത്തിട്ട് ഡ്രസ്സും ഇതൊക്കെ നഞ്ഞിട്ടാണുള്ള, ബാഗും എല്ലാം നഞ്ഞിട്ടാണുള്ള. അപ്പം പിന്നെ ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ട പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ വെക്കുന്നില്ല, ഇനി വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇവിടത്തേക്ക് അവസാനിച്ചിട്ടില്ല. ഇനി വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നല്ല വിശപ്പുണ്ട്, ഇന്നലെ കഴിച്ചതൊന്നും മതിയായില്ല. അതായത് ഇന്നലെ ആകെ ഒറ്റ നേരം കഴിച്ചത് രാത്രി. ഇതൊക്കെയാണ് സ്ഥിതി. കാട്ടിൽ സർവൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി പെട്ടെന്ന് ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് സ്ഥലം പെട്ടാൽ ഓക്കെ. തണുപ്പുണ്ടോ? ചെറിയ തണുപ്പ്. ഞാൻ ഇറങ്ങട്ടെ? ഞാൻ നിന്നട്ടെ. ആ നിനക്ക് മീനുണ്ടോ? വല നോക്കിയോ? അയ്യോ, അങ്ങനെ വെക്കരുത്, അങ്ങനെ വെക്കിയാ കുടുങ്ങും. ഞാൻ വരാം. ഏത് ഊരട്ടെ? ഇല്ലേ? കീറിയോ? അങ്ങനെ അയ്യോ, എന്തിനാ വല കംപ്ലീറ്റ് കീറിയല്ല, കീറിയോ? വലിയോട്ടെ കഴിച്ചോ? മീനൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഈ സൈഡിൽ കണ്ടില്ല, ആ സൈഡ് കണ്ടില്ല. ഈ സൈഡ് നോക്കാം. ഈ സൈഡ് വലയില്ലേ? വലയോടെ അയ്യോ, വലയുടെ വല തടി ഒലിച്ചു വന്നില്ലേ? എടോ, നമ്മുടെ വല കീറിപ്പോയിടാ. ഇതെന്താ വല ഉണ്ടോ? വല ആ തടിയിൽ കുടുങ്ങി കിടക്കാം. ഇത് ഒരു മീനില്ല. മീന് ഉണ്ടാവുമായിരിക്കും. എന്തോ കുടുങ്ങിയതാണ്. എന്താണെന്നറിയാം. അത് മറുപട്ടിയോ നീർനായോ? നീർനായ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ തടി ഒലിച്ചു വന്നായിരിക്കാം. കീറിയൊന്നും അല്ലേ? അവിടുന്ന് അങ്ങനെ കയറാൻ കഴിയില്ലല്ലോ. തടിയൊന്നും ഒഴിച്ചു വരാൻ കഴിയില്ല. എടാ, ഇത് തടിയല്ല, നീർനായി കീറിയ മീനിനെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ കടിച്ചു വലിച്ചെടുത്തു. അതാ മീനിന്റെ വേസ്റ്റ്. സംഭവം മീൻ കുടുങ്ങി, പക്ഷെ നമ്മുടെ സ്ഥാനം പോയി. നീർനായി കടിച്ചു. എന്തായാലും നമ്മുടെ വല വലന്റെ കാര്യം തീരുമാനായി. സംഭവത്തിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടാവും, പക്ഷെ നീർനായോ ചീങ്കണ്ണി എന്തോ സാധനം തിന്ന് വലിച്ച് കീറി നശിപ്പിച്ചു. അപ്പോൾ രാവിലെ ഒരു ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അതും വിചാരിച്ചല്ലേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. എന്ത് ചെയ്യാം, കയ്യിലൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വഴി കാണാം. എനിക്കതിലെ സങ്കടം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇത് പോയില്ല. അതെ, വലയും പോയി. മഴയും പെയ്യുന്നുണ്ടല്ലോ, നല്ല മഴ. വലയും പോയി മഴയും പെയ്തു. ആകെ ചെയ്യാൻ നല്ല തണുപ്പുണ്ട് കേട്ടാ, അടിപൊളി തണുപ്പാ.
അപ്പൊ കേറല്ലേ? അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ ചേട്ടാ, ഇനി ഇവിടുന്ന് വിടുകയാണ്. ഇന്നലെ അങ്ങനെ മറ്റേ ട്രൈബൽസ് പറഞ്ഞില്ലേ, ഇന്നലെ മറ്റേ മീൻ പിടിക്കാൻ വന്ന ആൾക്കാർ, അവര് പറഞ്ഞ പോലെ എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടാ. എനിക്കും ഉണ്ടായിട്ടില്ല, നൗഷാനും ഉണ്ടായിട്ടില്ല. ചിലപ്പോ അങ്ങനെ അവര് വിശ്വസിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. അല്ലാണ്ട് ഇങ്ങനെയൊന്നും എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടാ. ഈ പ്രേതം ഭൂതം എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു, തലവേദനയായിരുന്നു, അതുകൊണ്ട് കിടന്നുറങ്ങിപ്പോയി. അതുകൊണ്ട് അതൊന്നും പോയി ശ്രദ്ധിക്കാനും നിന്നില്ല. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടാ. ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. മൊത്തം കിളികളെ ശബ്ദങ്ങളാണ്. പിന്നെ രാവിലെ തന്നെ മറ്റേ ഇതില് ബാർക്കിംഗ് ഡിയർ, എന്താ പറയാ, കാട്ടാടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവിടെ ഒരു ഫെൻസിങ് ഉണ്ട്, ഫോറസ്റ്റിന്റെ. ഫെൻസിങ്ങിന്റെ അപ്പുറത്തുനിന്ന് ജമ്പ് ചെയ്തിട്ട് ഇങ്ങപ്പുറം വന്ന് ഞങ്ങളെ കണ്ട് അതേപോലെ തിരിച്ചുപോയി. ഓക്കെ, എന്നാ പിന്നെ ശരി. അടുത്തൊരു നല്ലൊരു ലൊക്കേഷനും വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.